ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു പച്ചക്കറിത്തോട്ടം കാണിക്കാൻ പോവാണ്. കണ്ടോളെ, ഇത് വെണ്ടക്കാണ്. ഫസ്റ്റായിട്ട് വെണ്ടക്ക പരിചയപ്പെട്ടു തരാം. ഇതിന് വെണ്ടക്ക ഉണ്ടായി വന്നിങ്ങനെ കുറച്ചൊക്കെ വലുതായിക്കണേ. കണ്ടാ ഇതാ ഇതൊന്ന് ഉണ്ടായി വരുന്നുണ്ട്. ഇത് വലുതായിക്കണേ. ഞാൻ എപ്പോഴും നനച്ചെടുക്കലുണ്ട്. ഇന്നലെ നനച്ചെടുത്തും ചെയ്തിരിക്കണ്, മഴ ഒന്നും ചെയ്തിരിക്കണം. 2 നനക്കലായി. കുറേ കണ്ട 3, 4, 5 വെണ്ടക്ക ഉണ്ട്. ഒന്ന് ഞാൻ ഇവിടെ കാണിച്ചേ. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ കണ്ട ഈ 4 അതവിടെ മണ്ണിൽ വെച്ചതാ. ചാക്കും ഇതൊന്നും ഇല്ലായിട്ട് ഇതുണ്ടാ. ഇതിമ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അയിമ ഉണ്ടായി വരുന്നുണ്ട്. ഇതിമ കണ്ട ഇതിമലും ഇപ്പോൾ അതാ എവിടെ ഇതാ ഇതിമലും മുളച്ച് വരുന്നുണ്ട്. കണ്ട ഇതിൻ്റെ അത്ര വലുപ്പം വെച്ചിട്ട് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചതിൻ്റെ. പിന്നെ കണ്ട വൈതനങ്ങയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണ്. കണ്ടാ കണ്ടില്ല. ഇനി അതിൻ്റെ തൊട്ട് നടുവിൽ തന്നെ ഈ രണ്ട് വൈതനങ്ങ ഉണ്ട്. ഒരു വൈതനങ്ങ അതാ. അതിൻ്റെ രണ്ട് വൈതനങ്ങൻ്റെ നടുവിലും ഒരു മുളകും തൈ. 2 വൈതനൻ്റെ നടുവിലും മുളകും തൈ ഉണ്ട്. പിന്നെ അവിടെ ഒരു വൈതന ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കണ്ട ഒരു മുളകും തൈ. അതിന് മുളക് മുളച്ചിക്കണേ. ഇനിയുണ്ട് മുളക്കാൻ. ഇതുണ്ട വാഴഞ്ചേമ്പ്. അത് ഞാൻ പറയാൻ പറഞ്ഞു. ഇവിടെ ഇതണ്ട ഇത് ഞാൻ ഈ തൊടുന്ന വാഴഞ്ചേമ്പ് ഉണ്ടാ. വാഴഞ്ചേമ്പ് ഇതുണ്ടാ വാഴഞ്ചേമ്പ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. എവിടെയാണ് മുളകും തൈ വേറെയാണ്. ഇതാണ് മുളകും തൈ. ഞാൻ ഇപ്പോൾ തൊട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ട മുളക്. ഇത് കണ്ട മുളക് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത് വിചാരിച്ച ആരും കണ്ടാലും വിചാരിച്ചത് തണ്ടാണ്. വലിയ മുളക് കണ്ടില്ല. ഞാൻ എന്തൊക്കെ ഉണ്ടാക്കടിച്ചു ഇങ്ങനത്തെ മുളക് കണ്ട. ഇനി ഇതിമ മുളക് ഉണ്ടായിട്ട് അതൊരു മുളകും തയ്യനെ. ഇതിമ ഞാൻ തൊട്ട് കാണിച്ചു തന്നെ. ഇതും വഴുതന. അതിൻ്റെ നടുവിലാണ് മുളകും തൈ. പിന്നെ ഇതൊരു മുളകും തൈ ഞാൻ കാണിച്ചത്. ഇതാ വഴുതന. ഇതൊരു വഴുതന. ഇത് രണ്ടും ഒപ്പം വളർന്നതാ. ഇത് കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇത് സംശയം ഉണ്ടാവും. ഞാൻ ഇപ്പം പറയാം. ഇതാണ് ചീരത്തൈ. ചീര. ഇതും ചീര തന്നെയാണ്. ഇതിമ വലുതായി വരുന്നുണ്ട്. ഇതും വെട്ടിയത് തന്നെയാണ്. വെട്ടിക്കാനുണ്ടായിക്കണേ. പിന്നെ എൻ്റെ അപ്പം പയറ് കാണിച്ചാൽ ഞാൻ അപ്പോൾ ഇതാണ് കേട്ടോ പയറുണ്ടോ. ഇതാ പയറ് ഇങ്ങനെ വലുതായി വന്നിക്കണേ. അതിമൊരു പയറുണ്ടായിരുന്നു. അതിൻ്റെ വിത്ത് ഞാൻ എടുത്തുവെച്ചിരുന്നു. അതിപ്പോൾ കാണാനില്ല. കുറേ വിത്ത് ആ കുട്ടി ഒരു സ്കൂളത്തെ കുട്ടിക്ക് തന്നതാണ്. കുറേ വിത്ത് ഉണ്ടായിരുന്നു. അത് മൊത്തം കുഴിച്ചിട്ട് അതിലത്തെ ആകെ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മൊത്തം കോഴികൾ കൊത്തി നാശാക്കി. ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഇവിടൊക്കെ ഇന്ന് പയറിങ്ങനെ മുളച്ച് വരുന്നത്. അത് കോഴി കൊത്തി. ചിലപ്പോൾ നിങ്ങൾക്ക് അടയാളം കാണുണ്ടാവില്ല. ഇപ്പോൾ കാണില്ല. അതിൻ്റെ പകരം വേറെ തയ്യലൊക്കെ ഉണ്ടാക്കിയില്ലേ. നമ്മൾ കണ്ടില്ലേ. തയ്യലിപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരു സമയത്ത് ചീര ചുവപ്പ് കളറും ഉണ്ടാവുന്നുണ്ട്. അതാ വെണ്ടക്കൻ്റെ നിങ്ങൾ കറുപ്പ് കൊട്ടുണ്ടോ നേരെ ലെഫ്റ്റിൽ കണ്ടാ. അതിൽ കുഞ്ഞൊരു ചീര ഉണ്ടായി വരുന്നുണ്ട്. വലുതും ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ചെറിയ ചീര. കണ്ടില്ല. അത് ഉണ്ടായി വരണുള്ളൂ. ഇതും ഉണ്ടായി വരണുള്ളൂ. കാരണം ഇവിടുത്തെ മണ്ണിൽ ചീര ഉണ്ടായിരുന്നേ. ഇവിടുത്തെ മണ്ണിൽ ചീര ഉണ്ടായിരുന്നേ. ആ ചീര കോഴികൾ കൊത്തി നാശാക്കി. അതിൻ്റെ ശേഷം ഇതിക്ക് മണ്ണിടാനില്ലായിട്ട് ഇവിടുത്തെ മണ്ണെടുത്ത് കുറച്ചങ്ങോട്ട് ഇട്ട്. അപ്പം ഇട്ടപ്പോൾ അതിൻ്റെ വിത്ത് ഒന്നും കൂടി അതിക്ക് വിട്ട്. അത് ഞാൻ നനച്ചെടുത്തു. അത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അതിൻ്റെ ശേഷം ഞാൻ അറിഞ്ഞ് ചീര ഉണ്ടാവുന്നുണ്ടെന്ന്. ഞാൻ ഇതിനെ ചുറ്റും നോക്കില്ല. ഞാനൊരു കുമ്മിട്ടിക്ക് കുഴിച്ചിട്ടിരുന്നു. അതൊക്കെ അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ എടുത്തോണ്ട് അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല. പിന്നെയാണ് നമ്മളെ സപ്പോട്ട കണ്ട. ഒരു തൈയും കൂടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞോളൂ. സപ്പോട്ട ആദ്യം ഒന്ന് വെട്ടി തരാം. സപ്പോട്ടൊന്ന് കുറേ തൂമ്പ് നിങ്ങൾ കണ്ടില്ലേ. തൂമ്പിതാ. പിന്നെ ഇതിമൊക്കെ സപ്പോർട്ട് ഉണ്ടാവാനുള്ളതാ. ഇതുണ്ട കുഞ്ഞ. ഇതപ്പം ഞാൻ തൊട്ട് കാണിച്ചിട്ടുണ്ട്. ഈ തൂമ്പൊക്കെ ഇപ്പോൾ പുതിയത് ഉണ്ടായത് കേട്ടോ. ഇങ്ങനത്തെ ഇല ഇനി ആയി വരും. ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഇതുണ്ടായി വരും. പിന്നെ ഇതിമൊരു സപ്പോർട്ട് ഉണ്ട്. ഇത് പൗക്കാതിരിക്കുന്നത് നല്ല സപ്പോർട്ട് ഉണ്ടോ. ഇതാണ് കേട്ടോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഓക്കെ. ഇവിടെ കണ്ടോ മരം നല്ല വലുപ്പമുണ്ട്. ഇപ്പം വെക്കണ്ടേ. അത് തൂമ്പ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ഓരോരോ കൊമ്പ് ഇങ്ങനെ മുളച്ച് വരും. അങ്ങനെ വരുന്നുണ്ട്. പിന്നെയാണ് നമ്മളെ മത്തൻ തൈ. മത്തന് ഉണ്ട്. പിന്നെ മത്തന് നല്ല വലുതായിരിക്കണം. കുറേ അങ്ങോട്ട് പോയിക്കണം. ആ മരത്തുമ്മക്ക് പോയിക്കണേ.
എല്ലാം പോയിക്കണേ, കുറേ ദിവസം പോയിക്കണേ. ഞാൻ എന്നിട്ട് വീഡിയോ ഇടായി. അപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരണേ ഇങ്ങനൊക്കെ ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന്. പിന്നെ ദിമി ഇതാ മത്തന് അതിൻ്റെ ഒക്കെ വലുപ്പം വന്ന് മത്തന്തേലൊക്കെ പറിക്കണമെന്നുണ്ടായിരുന്നു. പയർന്തല പറിച്ചത് പറയാൻ മറന്ന് ഞാൻ. മത്തന്തല പറിക്കണമെന്നുണ്ടായിരുന്നു. അതിന് ഇപ്പോഴും വള്ളി ഉണ്ടായി വരുന്നുണ്ട്. ആ വള്ളിമഞ്ഞ ഉണ്ടാവണം. ആ മത്തൻ്റെ ഇപ്പോഴന്നെ പറിച്ചാൽ പിന്നെ മത്തനുണ്ടാവൂല അതിമ. അതാണ് പ്രശ്നം. പിന്നെ വെള്ളരി വെള്ളരി എവിടെ? ഇതാ വെള്ളരി ഉണ്ടാ? വെള്ളരി ഇതിന് ഇനി വെള്ളരി ഉണ്ടായി വരും, ഉണ്ടാവണുള്ളൂ. അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അത് ഞങ്ങൾ വേറൊരു തൊടുവിൽ കുഴിച്ചിട്ടിരിക്കണം. അതിപ്പോൾ ഞാൻ തൽക്കാലത്തിന് കാണിച്ചു തരാം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറി തോട്ടത്തിലുള്ള തൈ. അതൊക്കെ നിങ്ങൾ കണ്ടില്ല. പച്ചക്കറി തോട്ടത്തിൽ നിങ്ങൾ കണ്ട്. ഇനിയാണ് നമുക്ക് നോക്കേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ. ആ ഒരു തൊടുണ്ട്, അവിടെ ഒരു തൊടുണ്ട്. അവിടെ ഉണ്ടായി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വള്ളിയില്ലേ, അത് ഞാൻ പറയാൻ ഫസ്റ്റ് പറഞ്ഞ്. ഇതിൻ്റെ ഈ വള്ളി ഇതിനെ കൂടി ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അതിനായിട്ട് എനിക്ക് ഇവിടെ ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ ഇനി ഇങ്ങോട്ട് മുളച്ച് വരുമ്പോൾ എങ്ങോട്ട് വരികയാണ്. ആദ്യം ഇങ്ങനെ പടന്ന് വരുമ്പോൾ എന്താ ആവുക നിൽക്കൊരു പൊടി കിട്ടണേ. അപ്പോഴാണ് ആ വള്ളി പച്ച നിലത്ത് വീണപ്പോഴാണ് ഇവിടെ ഒരു മൂച്ചി കൊടുന്നിട്ട് മൂച്ചി ആകെ വെയിലുണ്ടിട്ട് എന്തൊക്കെയോ വയ്ക്കണേ. അപ്പോൾ ആ കേടന്ന് മൂച്ചി അവിടുന്ന് പറിച്ച് എടുത്തിട്ട് അതിൻ്റെ വേരൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുങ്ങാണ്ട് ഇവിടെ കുഴിച്ചിട്ട്. ഇത് കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് കേട്ടോ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇത് ഇനി ദിമക്കൂടി ഇങ്ങനെ വളരാനുള്ളതാണ്. അത് നേരെ ആ മൂച്ചുമ്മ പോയി വളർന്ന് നേരെ അയിമക്ക് ചാടി ഫ്ലെയിം ബേഴ്സ് ക്രീപ്പേഴ്സ് എന്നൊക്കെ കിട്ടുന്നു. അതേമാതിരി നമുക്ക് നേരെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും കാണാൻ പോവാ. ഇതാണ് എൻ്റെ കശുമാവ് കേട്ടോ. കണ്ടാ കുറേ അണ്ടിയില്ല. ഞാൻ ഇതിമെന്നൊരു ഇങ്ങനത്തെ ഒരു പച്ച അണ്ടി തെളിച്ച് കണ്ട് ഇതാക്കിയാണ്. കൈ പൊള്ളുന്നുള്ളൊരു പേടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കവറിട്ട് കണ്ട് മുറിച്ചിട്ട് അണ്ടിൻ്റെ ഉള്ളിലത്തെ ഒരു പൊങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉമ്മമ്മയാണ് പറഞ്ഞത്. ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് തിന്ന് ശീലമുണ്ട്. നല്ല ഇഷ്ടമാണ് എനിക്ക് അണ്ടി എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഞാൻ തിന്നു. പിന്നെ മുറ്റത്തേക്ക് ഇപ്പോൾ അണ്ടി വിൽക്കാൻ തുടങ്ങി. അണ്ടിൻ്റെ സീസണാണ്. ഇതിപ്പോൾ നേരെ കോഴി കൊത്തിയതാണ്. ഞാനിവിടെ നിന്ന് പച്ചക്കറി തോട്ടം കാണിച്ചു തരുന്ന സമയത്ത് കോഴി കൊത്തണ ഞാൻ കണ്ട്. ഇനി രണ്ട് മൂന്ന് അണ്ടി അവിടെ വീണെടുക്കണം കണ്ടിന്. ഒന്നാമതൊക്കെ ഈ അണ്ടി കഴിച്ച് തിന്നാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ തിന്നിങ്ങനെ. അതൊക്കെ ഞാൻ പണ്ട് തിന്നിന്. ഞാൻ ഇപ്പോഴും അങ്ങനെ തിന്നലില്ല. ഈ അണ്ടിൻ്റെ പൊങ്ങ് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നേരത്തെ ഞാൻ തിന്ന. അതിൻ്റെ ഒപ്പം കണ്ടോ, ഇതാണ് മരം. അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു മരം ഉണ്ട്. ഞാൻ പച്ചക്കറി തോട്ടം കാണിച്ചു തന്നില്ല. അതിൻ്റെ അപ്പുറത്ത് കർമ്മത്തിൻ്റെ മരമുണ്ട്, വാഴയുണ്ട്. അതൊക്കെ കാണിച്ചു തരാൻ മറന്നു. പിന്നെ ഇവിടെ ചക്കൻ്റെ മരമൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് തപ്പാൻ പോകുന്ന വഴിയിലൊരു സാധനം മാത്രം കാണിച്ചു തരാൻ മറന്ന്. ഇതുണ്ടാ മണി പ്ലാന്റ് അത്രയൊക്കെ വന്നിട്ടുള്ളൂ. കുറേ ദിവസം കഴിഞ്ഞ് ഇത്രയും വലുതായി. ആദ്യം ഇത്ര വലുതായത് ഞാൻ കണ്ടിട്ടുള്ളൂ. മണി പ്ലാന്റ് വേറെ സ്ഥലത്തൊക്കെ വെക്കാൻ നോക്കിയപ്പോൾ ഒരൊറ്റ വലിച്ചപ്പോൾ മണി പ്ലാന്റ് കിടന്നു കണ്ട. പക്ഷെ കിടന്നാലും വളരൂല ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിങ്ങനെ കണ്ടോ. മണി പ്ലാന്റിക്ക് ഇപ്പോൾ വെള്ളം നിറച്ചെടുക്കലില്ല. അതുകൊണ്ടാണ് ഞാൻ മറക്കലുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. കണ്ടോ ഞങ്ങൾ ഒരു ഗ്ലാസ്സിലാണ്. ഗ്ലാസ് ഇതൊക്കെ ഞങ്ങൾ കല്ലൊക്കെ എടുത്ത് മണ്ണ് റെഡിയാക്കിയതാണ്. എന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഈ വേപ്പിൻ്റെ ഒക്കെ കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ കണ്ടില്ലേ. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇനി ഒന്നും കൂടി ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കാണാമല്ലോ. അപ്പോൾ ഗൈസ് ഇതാ അടുത്ത ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാ രണ്ടാമത്തെ ഡ്രാഗൺ ഫ്രൂട്ട്. 2 ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളൂ. പച്ചക്കറിത്തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ കേട്ടോ എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ ഐറ്റംസ്. അതിന് ഉണ്ടായി വരുന്നുണ്ട്. മുളകും
പിന്നെ ഒന്നാമത് ചീരയും ഒക്കെ ഉണ്ടായി വരുന്ന ടൈമാണ്. മുകളിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ആദ്യമല്ലേ ഞാൻ ഇതൊക്കെ കാണിച്ചു, ഇപ്പോഴും നിങ്ങൾ മറന്നിട്ടുണ്ടാവും. ഒന്നും കൂടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളി. ഇത് വെണ്ടക്ക, വെള്ളരി, മത്തന്, സപ്പോട്ട, പിന്നെ മുളക്, ചീര, പിന്നെ ചുവപ്പ് കളറിലുള്ള ചീര ഒക്കെ അതിൽ പെട്ട തന്നെയാണ്. അത് കൂട്ടണില്ല. പിന്നെ വഴുതന, അത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ ഉണ്ട്, പയറ് അതേ ഉള്ളൂ. പിന്നെ വേറൊന്നും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേ. പിന്നെ വേറൊന്നുമില്ല. സപ്പോട്ട ഞാൻ പറഞ്ഞേ, അതൊക്കെ പറഞ്ഞേ. പിന്നെ വാഴഞ്ചേമ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇതോടെ കൂടി അവസാനിക്കുകയാണ്. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഇട്ടുകൊണ്ടിട്ടാ. കമൻറ്റ്